ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ ഈ ഒരു സമയം എങ്ങനെ മുതലെടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ്. ഇപ്പോൾ ചില ഹാഷ്ടാഗുകളൊക്കെ പ്രേ ഫോർ വയനാട് എന്നുള്ളിടത്ത് വെട്ടിയിട്ട് പേ ഫോർ വയനാട് കൊടുത്തൊളിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളൊരു ശരിക്കും ഒരു ദൈവനിഷേധത്തിൻ്റെ ഒരു കാര്യം വളരെ കൃത്യമായി വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ആ ഒരു ചിന്ത പൂർണ്ണമായും തെറ്റല്ലേ? ശരിക്കും ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ മനുഷ്യത്വം ഇല്ലാത്ത ആളുകളാണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഈ കമൻറ്റുകൾക്കിടയിൽ ഇവിടെ കമൻറ്റ് വായിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ദുരന്തത്തിൻ്റെ ചിത്രങ്ങൾക്കിടയിൽ ഈ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഒന്ന് ഇവരെല്ലാ ദുരന്ത സന്ദർഭങ്ങളിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫലസ്തീനിൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നുവോ അവരവരുടെ ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ ഇതൊരു മനുഷ്യത്വരഹിതം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ആ ദുരന്ത മുഖത്തു നിന്ന് രക്ഷപ്പെട്ട ഒരു സഹോദരി, അവർ ഈ കോൺക്രീറ്റിൽ പെട്ടിട്ട് അതിൻ്റെ ഒരു അടുക്കളയിൽ നിന്ന് പുക പോകാനുള്ളൊരു ദ്വാരത്തിലൂടെ അവർ പുറത്ത് കിടന്ന് ഒരു കുട്ടിൻ്റെ വിരൽ പിടിച്ച് അതിനെ വലിച്ച് പുറത്തേക്കിട്ട് തുണിയിൽ പൊതിഞ്ഞ് പുറത്തേക്കിട്ട് കോൺക്രീറ്റിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റ് രണ്ടുപേരെ രക്ഷപ്പെടുത്തി പോയി ചെന്ന് തരും ഒരു കാട്ടാനൻ്റെ മുന്നേക്ക്. എന്നിട്ട് ആ കാട്ടാൻ്റെ കാലിൻ ചോട്ടിലാണ് അവർ നേരം വിളിക്കുന്നത് വരെ ജീവിക്കുന്നത്. ദൈവം എന്നെ രക്ഷപ്പെടുത്തി എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? കാരണം ഒന്നും കാണില്ല, കൂരാക്കുയിരിട്ട്, കുറച്ചൊക്കെ നീന്തൽ അറിഞ്ഞുകൊണ്ട് വെള്ളം ഞാൻ ചാടിക്കടന്നു എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഈ ദുരന്ത മുഹൂർത്തത്തിൽ നിൽക്കുന്ന ആളുകൾ ദൈവത്തിലുള്ള പ്രതീക്ഷയിലാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇന്നത്തെ വലിയ ആശ്വാസം എന്തെല്ലാന്നറിയോ? നമ്മൾ കൊടുക്കുന്ന തുണികളോ വസ്ത്രങ്ങളോ അല്ല, അവർക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന ചില ഉത്തരങ്ങളാണ് ആവശ്യം. ആ ഉത്തരങ്ങൾ എന്താണ്? ദൈവം. ഇനി അവരുടെ ഭാവി പ്രതീക്ഷ എന്താണ്? ഇനി എനിക്ക് വീടുണ്ടാവും, എന്റെ രോഗം മാറും, അതൊക്കെ എന്നെ എന്ത് ചെയ്യും? അതിനാണ് ഈ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പോസ്റ്റിലിടുന്നത്. പിന്നെ നിങ്ങൾ ആലോചിച്ചോക്ക്, നമ്മളിപ്പോൾ ഒരു രോഗിനെ കാണാൻ ചെന്നു, അയാൾ ഭയങ്കര വേദന പറയുമ്പോഴാ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സമാധാനം ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മൾ വെറുതെ പറഞ്ഞല്ല. ഒരു നിരീശ്വരവാദി ഒരു മരണപ്പെട്ട വീട്ടിൽ ചെന്നിട്ട് മരണത്തിന്റെ ബന്ധുക്കളെ കണ്ടപ്പോൾ ഞാനൊന്ന് പതച്ചു പോയി. കാരണം എന്താ, എന്ത് പറയും ഇവരോടെന്ന്? ഇതൊരു വലിയ ഉത്തരാണ്. ഈ ഉത്തരത്തെയാണ് ഇവർ പരിഹസിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇവർക്കൊരു ആശ്വാസ വാക്ക് പറയാൻ പറ്റൂലെങ്കിൽ ദൈവത്തെ കൊണ്ടോ പരലോകത്തെ കൊണ്ടോ സമാധാനിക്കുന്നവർ സമാധാനിച്ചോട്ടെ എന്ന് വിചാരിക്കാനുള്ള മനുഷ്യത്വർക്കില്ല. അവിടെയാണ് നമ്മളെ പ്രശ്നം. ഒരാള് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു വാക്ക് ഒരാൾ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്നിട്ട് അതൊന്നും പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് പറയണോ? അയാൾക്ക് സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ മാത്രല്ല, ഇതിപ്പോ മൂസലായി പറഞ്ഞ മാതിരി ആ പ്രേ എന്നുള്ളത് വെട്ടി ഡൊണേറ്റ് എന്നുള്ളത് മാർക്ക്. ഈ ഡൊണേഷൻ ആരാ കൊടുക്കുക? ഇവരെടുക്കും. ഈ ഡൊണേഷൻ കൊടുത്ത ആൾക്കാരുടെ കമന്റ് വായിച്ചു നോക്ക് നിങ്ങൾ. അവരൊക്കെ ഞാൻ എന്റെ പൈസ കൊടുക്കുമ്പോൾ അത് പോയി എന്നല്ലേ ഇവർക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് അതിനൊരു ലക്ഷ്യമില്ലല്ലോ. നേരെ മറിച്ച് ഇനി ഒരു വിശ്വാസം ഇല്ലാത്തവരും കൊടുക്കണം. എങ്ങനെ അറിയോ? ഞാൻ കൊടുത്താൽ എനിക്ക് തിരിച്ചു കിട്ടും. ഒരു വിശ്വാസത്തിന്റെ മനസ്സിലെന്താണ്? മൻകാന ഫി ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫി ഹാജത്തി. ഒരാൾ ആവശ്യം നമ്മൾ നിറവേറ്റി കൊടുത്താൽ നമ്മൾ ആവശ്യം അത് നിറവേറ്റും. നമുക്കിത് പരലോകത്ത് കോടികളായി വീട് കിട്ടും. അയാളുടെ മനസ്സിലേക്ക് ഒരു സന്തോഷം പ്രവേശിച്ചാൽ അത് നമുക്ക് സ്വർഗമായി പരിണമിക്കും. ഇതൊക്കെ ഉള്ളവരല്ലേ ഈ കൊടുക്കണത്. മനസ്സിലായില്ലേ? ഈ പ്രാർത്ഥിക്കണം, ഒരു ദൈവമുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് വിശ്വാസമുള്ളവരെ ഡൊണേഷൻ കൊടുക്കുള്ളൂ. പ്രേന്ന് വെട്ടിയിട്ട് ഡൊണേറ്റ് മാർക്കിട്ട് സത്യത്തിൽ എന്താ വെച്ചാല് മനുഷ്യത്വമില്ലാത്ത, എന്നാ പിന്നെ വരെ പറ്റി ബുദ്ധി ഉണ്ട് അവർ പറയാം. ബുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ചോദിക്കണോ എന്തുകൊണ്ട് അവിടെ ദുരന്തമുണ്ടായി എന്ന് ഇവർ ചോദിക്കാൻ പറ്റുമോ? കാരണം പത്രം മുഴുവൻ വായിച്ചാൽ അറിയാൻ പറ്റും. 40 സെന്റിമീറ്റർ ഇതിൽ വെള്ളം നിറഞ്ഞാൽ ഉരുൾപൊട്ടൽ ഉണ്ടാവും. ഇത്രയധികം മഴ ഹെവി ആയിട്ട് പെയ്താൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവും. എന്നാൽ ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായും അതിനെ പാറയും കല്ലൊക്കെ ഉണ്ടെങ്കിൽ വീടുകളൊക്കെ ഒലിച്ചു പോകും. അതിലും മാന് ചത്തി കിടക്കണുണ്ട്, മരങ്ങൾ മറിഞ്ഞു കിടക്കണുണ്ട്, മനുഷ്യന്മാർ മരിച്ചെടുക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഒരു ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്ത കാര്യം, ഒരു ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്തൊരു കാര്യമാണോ അത്? ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങളെ ഈ രൂപത്തിൽ ദൈവനിഷേധത്തിനും പരിഹാസത്തിനും ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇവരുടെ മനുഷ്യത്വരഹിതമായ കമന്റുകളായിട്ട് മാത്രമേ നമുക്ക് തരണം. ഇതൊന്നും ഉത്തരം അർഹിക്കുന്നില്ല.
ശരിക്കും ഈ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ഈ ചോദ്യം എന്താണ് വരാൻ പറ്റാത്ത ചോദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അവരെ നമ്മൾ മുഖവിലേക്ക് എടുക്കാനേ പാടില്ല. കാരണം അത്ര മനുഷ്യത്വരഹിതമായ ആളുകളാണ്. ഈ സഹായം സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ട് അവിടെ പോയി പണിയെടുക്കുന്ന ആൾക്കാരുടെ മനസ്സ് എന്താണ്? ഒരു നന്മ. ആ നന്മ ചെയ്യാനുള്ള മനസ്സ് ആർക്കേ ഉണ്ടാവുള്ളൂ? ഒരു വിശ്വാസിക്കേ ഉണ്ടാവുള്ളൂ. ശരിക്ക് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ഒരു പരീക്ഷണ ഘട്ടത്തിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ചിലപ്പോഴെങ്കിലും ഈ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇത്തരം ചിന്താഗതിയുള്ള ആളുകളാണ് ഇവരുടെ അടുത്ത് ചോദിക്കാൻ പോണെങ്കിൽ ചോദിച്ച് ഇവരെ കൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ട് എന്താ എന്നാണ് ഉത്തരം കിട്ടുന്ന രൂപത്തിൽ ചോദിച്ച് പിന്നെ റെഡിയാക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്. ശരിക്കും അവിടെയും വിശ്വാസിക്ക് ചില നിലപാടുകളുണ്ടല്ലോ. പിന്നെ ഇപ്പം നമ്മൾ ഈ കേട്ട പോലെ തന്നെ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ ഒരിക്കലും ഈ നിമിഷം വരെ ഇത്തരം ഒരു പരീക്ഷണത്തിൽ പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവരെ മനസ്സങ്ങനെ പറയണത്. ഇപ്പോൾ ഈ ചോദിക്കുന്ന നേരത്തും അവർ ശ്വസിക്കുന്ന വായു ആര് കൊടുത്താ? അള്ളാഹു കൊടുത്തല്ലേ. ഒരു കുറഞ്ഞ സെക്കൻഡ് എനിക്ക് ഓക്സിജനും വേണ്ട, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും വിടണ്ട, ഞാൻ അങ്ങനെ നിൽക്കും എന്ന് തീരുമാനിക്കാനുള്ള ധൈര്യം ആൾക്ക് ഉണ്ടാവും? ഇല്ല. കുറഞ്ഞ മിനിറ്റ് അയാൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യത്തിന് എന്തില്ല, അയാൾക്ക് ചലനമില്ലല്ലോ. ആ നിലക്കാണ്. അപ്പോൾ ഇവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് പിന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഏരിയനെ തിരഞ്ഞെടുത്തുകൊണ്ട് വല്ലാത്തൊരു പിന്നെ പരീക്ഷണം കൊടുക്കലാണ് എന്ന രൂപത്തിലാണ് ഇതൊക്കെ അവതരിപ്പിക്കുക. ഇത്തരം സംഗതികളൊക്കെ അനുഭവിക്കുന്നവരെ കൂട്ടത്തിൽ നല്ല വിശ്വാസികളായി ജീവിക്കുന്നവരുണ്ട്, അതേപോലെ വിശ്വാസത്തെ പരിഗണിക്കാത്തവരുണ്ട്, തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്, പല നിലക്കുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ അപകടങ്ങളൊക്കെ സംസാരിക്കുന്നത് ശരിക്കും എല്ലാവരോടുമാണ്. ഒരു പ്രത്യേക വിഭാഗത്തോടല്ല, എല്ലാവരോടുമാണ്. ഈ ലോകത്തുണ്ടായ മുഴുവൻ അപകടങ്ങൾ സംസാരിക്കുന്ന എല്ലാവരോടാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഗതി പല സമയത്ത് മാറി മാറി വരുമ്പോൾ മനുഷ്യത്തുള്ളവരൊക്കെ ഒറ്റക്കെട്ടാവും. അങ്ങനെയാണല്ലോ. മനുഷ്യത്തുള്ളവരൊക്കെ വതആവനൽ ബിർരി വത്തഖ്വ വലാ തആവനൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് ഉൾക്കൊണ്ട് എന്ത് ചെയ്യും? അവരൊറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇനി മറ്റൊന്ന്, ഇവിടെ അള്ളാഹു തആല ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഇത് അവനിൽ നിന്നുള്ള ഒരു വലിയ സന്ദേശമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ്. സന്ദേശവുമാണ് എന്നൊരു മുന്നറിയിപ്പുമാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കും, അത് നിങ്ങളെ ദുർബലത, നിങ്ങൾ എന്നിലേക്ക് ആവശ്യക്കാരാണ്, ഫുഖറാ, നിങ്ങൾ എന്നിലേക്ക് ആവശ്യക്കാരാണ്. അപ്പോൾ അത് നമ്മളെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്താ വെച്ചാൽ മഹാനായ ഇസ് ഇബ്നു അബ്ദുസ്സലാം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ മുസീബത്തുകളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, റബ്ബ് അള്ളാഹു തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. മറ്റൊന്ന്, അടിമകളുടെ ആ ഒരു അടിമത്താവസ്ഥ അതവിടെ ബോധ്യപ്പെടുകയാണ്. അതേപോലെ എപ്പോഴും നമ്മൾ ഇഖ്ലാസ് ഉള്ളവർ, വളരെ ആത്മാർത്ഥമുള്ളവരാകണം. എൻ്റെ ശരിയായ മടക്കം അള്ളാഹുവിലേക്കാണ്, ഞാൻ ഖേദിച്ച് മടങ്ങേണ്ടവനാണ്, പ്രാർത്ഥനയിൽ വിനയാന്വിതനാകേണ്ടവനാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം സംഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ഇവിടെ നേരത്തെ അരിസ്ക സൂചിപ്പിച്ച പോലെ ഇത് ശരിക്കൊരു പിന്നെ പ്രയാസപ്പെടുത്തൽ മാത്രമല്ല, ഇതിൽ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇതിൽ മരണപ്പെട്ട എത്ര ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചത് പ്രകാരം ഒരു ഷഹീദിൻ്റെ കൂലി കിട്ടും? അത് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ പട്ടികയിൽ ഉള്ളതാണത്. എത്ര ആളുകൾക്ക് ഇത് കിട്ടി? ഒരുപാട് കുട്ടികൾ അള്ളാഹുവിൻ്റെ വിധിക്കൂടെ കീഴ്പ്പെട്ടു. അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച സുഖാനുഭൂതി എന്താണ് എന്ന് ഇവിടെ ഇരിക്കണം നമുക്കറിയില്ല. അവരവരുടെ ലോകത്ത് ഇൻഷാ അള്ളാഹ് ഇന്നത് അനുഭവിക്കാനിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ തുടങ്ങി കുറെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ്, ഈ ഭൗതിക വശം മാത്രമേ പരിഗണിക്കൂ. ഒരു വിശ്വാസി അങ്ങനെയല്ലല്ലോ, അതിന്റെ ഒരു മറുവശത്തെ എന്ത് ചെയ്യും, പരിഗണിക്കും. ഇപ്പോ അശുഹദാവ് ഹംസ അല്ലെങ്കിൽ അശുഹദാവ് സുബ ഈ പറഞ്ഞല്ലോ, 5 എണ്ണാണ് അല്ലെങ്കിൽ 7 എണ്ണാണെന്ന്. അപ്പൊ എന്താ വെച്ചാൽ സത്യത്തിൽ ഇവരനുഭവിക്കുന്ന ആ വേദനയെ കണക്കിലെടുത്തിട്ട് ഒരു ദുരന്തത്തിൽ ഉള്ള മരണത്തിന്റെ ഒരു ഭീകരത ഉണ്ടല്ലോ. ഇപ്പോ എന്ത് ചെയ്യുക, വയറിന് അസുഖം വന്നിട്ട് മാരകമായി വരണം, അല്ലെങ്കിൽ മുങ്ങി മരിക്കുക, അതേപോലെ തന്നെ മാറാവ്യാധികൾ വെച്ച് ഇങ്ങനത്തെ മരണങ്ങൾക്ക് ഒരു ഭീകരത ഉണ്ട്. ആ ഭീകരതക്ക് എന്താണ്, അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് നിശ്ചയിക്കുന്നത്. അത് അള്ളാഹുവിന്റെ നീതിയല്ലേ, അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞാൽ
ഒരു ഭൗതികമായി ചിന്തിക്കുമ്പോൾ എൻ്റെ വീട് പോയി, അല്ലെങ്കിൽ എന്നെ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ വാപ്പ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുകയാണെങ്കിലും, സ്വാഭാവികമായിട്ട് മതപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മരിച്ച പിതാവ് ഈ പിന്നെ ദുരന്തത്തിൽ മരണപ്പെട്ട വാപ്പനെ പറ്റി, ആ വാപ്പ നല്ല ഒരു വിശ്വാസിയാണ്, അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് രക്തസാക്ഷിത്വം അള്ളാഹു കൊടുക്കുകയാണെങ്കിൽ, രക്തസാക്ഷിത്വം കിട്ടുന്നതോട് കൂടെ കഴിഞ്ഞ എല്ലാ തെറ്റുകളും പുറത്ത് അത് മുതൽ അതിന്റെ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി. അപ്പൊ അത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ഭൗതികമായി നഷ്ടപ്പെട്ടതൊക്കെ ഒരു നഷ്ടമാണോ? അല്ലെ, ശരിക്കും പരലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണോ? ആ നിമിഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ് അയാൾ എന്ത് ചെയ്യണം? ഇപ്പൊ തിരിച്ചിഞ്ഞ് വന്ന് ആശുപത്രിയിൽ വന്ന് വീണ്ടും ജീവിക്കുന്നതിനേക്കാളും അയാളെ സംബന്ധിച്ചിടത്തോളം നേരെ സ്വർഗത്തിലേക്കുള്ള സന്തോഷങ്ങളിലേക്കുള്ള യാത്രയല്ലേ. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ്, വീട് പോയി അല്ലെങ്കിൽ ജീവൻ പോയി എന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു വശത്തെ ചിന്തിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ വലിയൊരു താമസം ഉണ്ടാവില്ല. ഇവിടെ അത്ഭുതപ്പെടുന്ന കാര്യത്തിലേ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി അത് ശരിക്കും ഒരു തൊട്ടിലാക്കി അള്ളാഹ് എന്നാണ്. അതേപോലെ ജിബാലുകൾ അള്ളാഹു ഈ ഭൂമിക്ക് ഉറപ്പായിട്ട് സംവിധാനിച്ചതാണ്. ഇപ്പോൾ ശരിക്ക് പിന്നെ മല പൊട്ടി വീണ് ഭൂമി ആകെ തകിടം മറിഞ്ഞു. ഇവിടെ മനുഷ്യൻ ശരിക്ക് വെറും പരാതി മാത്രമേ പറയുന്നുള്ളൂ. ഇതേ സംഗതി കൊണ്ടാണ് ഇത്രയും കാലം ഇവിടെ ജീവിച്ചത്, ഇതേ സംഗതി കൊണ്ടാണ് ഭൂമിയിൽ പല ആളുകളും ജീവിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് എന്ത് ചെയ്യണില്ല, പലപ്പോഴും ആളുകൾ എത്തുന്നില്ല. ഈ പരാതികൾക്ക് നടുവിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ആ ഭീകരാവസ്ഥയെ ശരിക്ക് നമ്മുടെ മനസ്സിലേക്കൊന്നിങ്ങനെ കൊണ്ടുവരണമല്ല. ഇപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥയെ പറ്റി പറഞ്ഞപ്പോൾ ഇതാ സുൽസിലത്തിൽ അറുതു സിൽസാലഹ, ആകെ പൊട്ടി ചിതറുന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പിന്നെ ഓർത്തെടുക്കാനുള്ള സംഭവങ്ങളായിട്ടാണ് ഇതൊക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്.